സ്ത്രീ പീഡനത്തെപ്പറ്റി ദിവസവും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നാം കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. ഒരു സഹൃദയയുടെ വിതുമ്പുന്ന മനസ്സിൽ രൂപം കൊണ്ട ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. മകളെ കരയാതെ. പശ്ചിമാബ്ധിയിൽ മുങ്ങി പൂർവാചലത്തിൽ പൊങ്ങും സൂര്യദേവനെ നോക്കി ഞാനിതാ പ്രണമിപ്പൂ. താഴ്ചയും ഉയർച്ചയും കൂടാതെ തവ വെട്ടം രാപ്പകൽ ലഭിച്ചിടിൽ ധന്യയായി ഞാനും വിഭോ. കേരളം ഭയക്കുന്നു രാവിനെ, അതുപോലെ രാപ്പകൽ കറങ്ങുന്ന കുക്കുടവർഗത്തെയും. ചിത്തരോഗികൾ പോലെ അലയും നരാധമർ പീഡിപ്പിച്ചിടുന്നു പീഡിതർ നാരിമാരും. കായികാധ്വാനം ചെയ്യുവാൻ അന്യസംസ്ഥാനക്കാരും പീഡനം സഹിച്ചിടാൻ കേരളമംഗമാരും. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 10 പെറ്റവർ വരെ പീഡനം സഹിക്കുന്ന നാടാണീ ഭ്രാന്താലയം. സ്വാമികൾ ഇന്നെങ്ങാനും കേരളം സന്ദർശിച്ചാൽ ഭ്രാന്തനായി സ്വയം മാറും. സംശയം വേണ്ടേ വേണ്ട. ചെറുത്തുനിൽപ്പിനുള്ള പ്രാവീണ്യം സ്വായത്താക്കാൻ പാഠ്യപദ്ധതിയിലും മാറ്റങ്ങൾ അനിവാര്യം. ദുർവിധിക്കരങ്ങായ സൂര്യനെല്ലിയെപ്പറ്റി കേൾക്കാത്തവരില്ല നാട്ടിലും മറുനാട്ടിലും. വർഷങ്ങൾ 17 പീഡനം സഹിച്ചിട്ടും വേദനയറിഞ്ഞിടാൻ ആരുമില്ലയോ കഷ്ടം. ദുർവിധിക്കന്ത്യം കൊതിച്ചിടുന്ന മാന്യന്മാരെ സംഘടിക്കുവിൻ സത്യം വെളിച്ചത്താക്കിയിടുവാൻ. മകളെ കരയായിക. ഏതിനുമുണ്ടാം അന്ത്യം, നശ്വരമല്ലാതൊന്നും ഭൂവിതിലില്ല സത്യം. വിടരും മുമ്പേ നിന്റെ സ്ത്രീത്വത്തെ നശിപ്പിച്ച ദുഷ്ടരെ എതിരിടൂ, ഞങ്ങളും നിനക്കൊപ്പം.